ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഫരിസേയർ ഈശോയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹമോചനം ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈശോ മറുപടിയായിട്ട് ചോദിക്കുന്നു, മോശ എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? അവർ നിയമാവർത്തൻ്റെ പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ വിവാഹമോചനം ഉപേക്ഷാപാത്രം കൊടുത്തുകൊണ്ട് വിവാഹമോചനം നടത്തുന്നത് തെറ്റില്ല എന്ന് മോശ പറഞ്ഞിട്ടുണ്ടെന്ന് ഫരിസേയർ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞതെന്ന് പറയുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വീണ്ടും വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ ഈശോ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മോശയെ നമുക്കറിയാം, ഏറ്റവും കരുണയും ആർദ്രതയും സ്നേഹം നിറഞ്ഞ ഒരു പ്രവാചകനായിരുന്നു മോശ. കാരണം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലെ നീണ്ട യാത്രയിൽ കൂടെ നടന്ന പ്രവാചകനാണ് മോശ. പലപ്പോഴും ഇസ്രായേൽക്കാർ പലതിനെക്കുറിച്ചും പരാതി പറയുന്നുണ്ട്, പല കാര്യങ്ങളും അവർക്കിഷ്ടപ്പെടാതെ വരുന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് സ്നേഹത്തോടും കരുണയോടും ക്ഷമയോടും കൂടി അവർക്ക് നേതൃത്വം നൽകി അവരെ നയിച്ച ഒരു പ്രവാചകനാണ് മോശ. അപ്പോൾ ആ മോശ ഇവിടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് പറയുന്നത്, ഉപേക്ഷാപാത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് തെറ്റില്ല എന്ന് പറയുന്നത്. വീണ്ടും പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഒരിക്കലും വിവാഹമോചനം ആഗ്രഹിക്കുന്നില്ല എന്ന് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 400 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാർ ഇതേ ചോദ്യവുമായിട്ട് ഈശോയെ സമീപിക്കുകയാണ്. ഈശോയെ സമീപിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പിന്നാമ്പുറത്തിൽ നമ്മൾ കാണുക. ഈശോ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ് ഈശോ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഈശോ പറയുന്നു, രണ്ടുപേരും ഇരു ശരീരമല്ല, അവർ ഏക ശരീരമായിട്ട് തീരുന്നു. വീണ്ടും വളരെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, നടുവിൽ ദൈവം ഉണ്ട് എന്നുള്ള വലിയൊരു ചിന്തയാണ് കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും ആദ്യമായി അവരുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ വിവാഹ ജീവിതമൊക്കെ ദേവാലയത്തിൽ വെച്ച് തുടങ്ങുന്നത്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തുടങ്ങുന്നത്. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, ദൈവമാണ് എൻ്റെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം അംഗീകരിച്ചായിരിക്കണം നമ്മുടെ കുടുംബജീവിതം നയിക്കുവാനായിട്ട്. വിനായക് നിർമ്മൽ എന്ന എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുക ലോകമഹാ അത്ഭുതങ്ങളിൽ 8ാമത്തെ ഒരു അത്ഭുതമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ച് ഒരു സമയമായപ്പോൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് പ്രതിജ്ഞയെടുക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണെന്ന് പറയുക. വീണ്ടും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയും നിമിഷങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ ദമ്പതികൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ അത്ഭുതകരമായ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, തുടരണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ബോധ്യം, ദൈവമാണ് എന്നെ യോജിപ്പിച്ചത്, ഞാൻ അത് വേർപെടുത്താനായിട്ട് പാടില്ല എന്നൊരു ചിന്തയാണ്. പലപ്പോഴും ഇത് കൈമോശം വന്ന് പോകാറുണ്ട്. പലപ്പോഴും പല ഡിവോഴ്സുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് ജീവിത അവസ്ഥയിൽ നാം ജീവിക്കണമെങ്കിലും അതിൻ്റേതായ കൃപകൾ തമ്പുരാന് നമുക്ക് ലഭിക്കണം. അത് വൈദിക അന്തസ്സിലായിക്കൊള്ളട്ടെ, സന്യാസത്തിലേക്കായിക്കൊള്ളട്ടെ, എല്ലാ ജീവിതാന്തസ്സിൽ ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ പലരും വിവാഹ ജീവിതത്തിലൊക്കെ പരാജയപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയുക, ഈ കൂദാശയിൽ നിലനിന്ന് പോകുവാനുള്ള കൃപകൾ കൈമോശം വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം നൽകിയ കൃപകൾ
നിലനിൽക്കുവാനുള്ള കൃപകൾ ഒരിക്കലും കൈമോശം വരാതെ നമുക്ക് കൈമോശം വരാതെ ജീവിക്കുവാനായിട്ടും അതിൻ്റെ കൃപയിൽ തുടരുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. പറഞ്ഞ് സംഗ്രഹിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് മോശ പ്രവാചകനെക്കുറിച്ച്. ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെയൊരു നിയമം അവരോട് പറഞ്ഞു വെച്ചത്. വീണ്ടും പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകത്തിൽ കാണുന്നുണ്ട്, മലാക്കി പ്രവാചകൻ്റെ പുസ്തകം പറയുന്നു, ഇസ്രായേൽ ദൈവമായ കർത്താവ് വിവാഹമോചനം വെറുക്കുന്നു. രണ്ടാമത് നമ്മൾ കാണുക, ഈശോ വളരെ മനോഹരമായിട്ട് വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയും മഹനീയതയും പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, വിവാഹമെന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളും വരങ്ങളും കൈമോശം വരാതെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദിവസം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.